എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 100 രൂപയിൽ കുറവ് വിലയുള്ള ഒരു 7 ഷെയർസാണ്, അതായത് നല്ല രീതിയിൽ വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് നടത്തിയ ഒരു 7 ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ സദേൺ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ്. 89 രൂപ 30 പൈസയാണ് ക്ലോസ് റേറ്റ്. അത് ഏകദേശം 5% അപ്പായിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 1-ാം തീയതി 5% അപ്പായി. അതായത് ഫെബ്രുവരി 1-ാം തീയതി 1 കോടി, അതായത് 1,93,00,000, ഏകദേശം 2 കോടി ഷെയർസാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഫെബ്രുവരി 1-ാം തീയതി. നമ്മളിതിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂ ഒന്ന് പോയി നോക്കിയാൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1819 കോടിയാണ്. സ്റ്റോക്ക് പി വളരെ കുറവ്, സ്റ്റോക്ക് പി 8.30, 10-ൽ കുറവാണ് സ്റ്റോക്ക്. ROC 29.6, വെരി ഗുഡ് ROC. ROE 35.9 വെരി ഗുഡ്. ഇത് രണ്ടും നല്ല രീതിയിൽ, അതായത് ROC നല്ല ആയിട്ട് നിൽക്കുന്നു, ROE നല്ലതായിരുന്നു, സ്റ്റോക്ക് പി വളരെ കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിലേക്ക് നമുക്കിത് വാല്യുവേഷൻ കുറഞ്ഞിരിക്കുന്നു. സ്റ്റോക്ക് പി കുറവെന്ന് വെച്ചാൽ വാല്യുവേഷൻ കുറവാണല്ലോ. നമ്മൾ സദേൺ പെട്രോകെമിക്കൽസിൻ്റെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് സദേൺ പെട്രോകെമിക്കലിൻ്റെ ചാർട്ട്. നമുക്കിവിടെ നോക്കിയാൽ വോളിയം തന്നെ നോക്കിയാൽ അറിയാം, ഈ കയറ്റത്തിൽ നല്ല വോളിയം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നുള്ള ഒരു കയറ്റം, അവിടെ നല്ല വോളിയം ക്രിയേറ്റ് ഉണ്ട്. അതോടാതെ ഇന്നൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, അവിടെയും നല്ലൊരു വോളിയം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോടികളുടെ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈനായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൊരു ട്രെൻഡ് ലൈനെ വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് മൂവ് ചെയ്ത്. അതുകൂടാതെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് നമുക്ക് ഇതിൽ ചാൻസ്. ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രാഡേ മാത്രം വെച്ച് നോക്കിയിട്ട് പോരാ, നമുക്കൊരു വീക്കിലി വ്യൂവും കൂടിയും ഇതിൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നേരെ ഇത് പോകുന്നത്. ട്രെൻഡ് ലൈനെ ബഹുമാനിച്ചുകൊണ്ട് പോകുന്നു. അതുകൂടാതെ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഇൻട്രാഡേയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂവിൽ ക്ലിയർ കട്ടായിട്ട് മൂന്നാമത് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ബ്രേക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഈ റെസിസ്റ്റൻസ് ലൈൻ മിക്കവാറും ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്കൊരു പ്രതീക്ഷിക്കാം. ഈ റെസിസ്റ്റൻസ് ലൈൻ മിക്കവാറും ഈ റെസിസ്റ്റൻസ് ലൈൻ ക്ലോസ് ചെയ്ത് നിൽക്കുന്നു, പക്ഷേ ഹൈ കട്ട് ചെയ്തിട്ടില്ല. ഈ റെസിസ്റ്റൻസ് ലൈൻ്റെ ഹൈ വരുന്നതൊക്കെ ഇവിടെയാണ്, ഹൈ ഇവിടെ, പക്ഷേ ക്ലോസിങ് റേറ്റ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ക്ലോസ് റേറ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ത്രിശങ്കു സ്വർഗം പോലെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് കയറുക, നമുക്ക് ഇതൊരു അപ്സൈഡ് മൊമെൻ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അപ്സൈഡ് മൊമെൻ്റ് ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് സംഭവിക്കാം, ചെറുത്. വലുതായി അങ്ങനെ പൊട്ടിപ്പൊളിയാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിൽ എന്തായാലും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഫണ്ടമെൻ്റലി നല്ല ഇതാണ്, നല്ല ROC ഉണ്ട്, നല്ല ROE ഉണ്ട്, PE കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് സദേൺ പെട്രോകെമിക്കലിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ അടുത്ത ഷെയറാണ് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കിൻ്റെ ക്ലോസ് റേറ്റ് 48.90 ക്ലോസിങ് റേറ്റ്. 5% അത് കയറിയിട്ടുള്ളത്. അതായത് 9 കോടി ഷെയർസ് അത് ട്രേഡ് ചെയ്തിട്ടുണ്ട് 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി 9 കോടി ഷെയർസാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ
ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് ഒന്ന് പോയാൽ യു കെ ബാങ്ക് സ്റ്റോക്ക് പി 34.2 സ്റ്റോക്ക് പിയിൽ കാണിക്കുന്നത്. ROC 4.75, ROE 7.5, ബുക്ക് വാല്യൂ 21.6, മാർക്കറ്റ് ക്യാപ്പ് 58,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത്. നമ്മൾ യു കെ ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 2 ദിവസമായിട്ട് യു കെ ബാങ്ക് നല്ല വോളിയം ഉണ്ട്. പ്ലസ് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് കയറി വിത്ത് വോളിയത്തോടുകൂടി. അതുമാത്രമല്ല ഒരു കൺസോളിഡേഷൻ ഏരിയയിലായിരുന്നു ട്രേഡ്. അതായത് ഇവിടെ നമുക്കൊരു 48 രൂപ, ഇതിൻ്റെ ഒരു ഹൈ ഇതൊരു 48 രൂപ, ഇതൊരു 35 രൂപയുടെ ഇവിടെ റേഞ്ച്. അപ്പം ഈ റേഞ്ച് 13 രൂപ റേഞ്ചിലാണ് ഇത് കിടന്ന് ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റേഞ്ചാണ് ഇന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് വീക്കിലി കാണാനുള്ള സംഗതികൾ. ഇതാണ് വീക്കിലി വ്യൂ. വീക്കിലി വ്യൂവിൽ നമുക്ക് അറിയാം, ആദ്യം ഒരു വീക്കിലി കണ്ടാൽ നമുക്കറിയാൻ പറ്റും ആദ്യം ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നന്നായിട്ട് കയറി, അതിനുശേഷം വീണ്ടും ഒരു കൺസോളിഡേഷൻ, അതിനുശേഷം അതൊന്ന് കയറി വീണ്ടും ആ റെസിസ്റ്റൻസ് പ്രീവിയസ് ആ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇത് സപ്പോർട്ടായിട്ടത്. അതിനുശേഷം ഇത് കയറി വീണ്ടും ഒരു റൗണ്ട് ബോട്ടം എടുത്ത് വീണ്ടും കയറി ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത്രയുമാണ് നമുക്ക് വീക്കിലി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോഴും വീക്കിലി ചാർട്ട് നോക്കുമ്പോഴും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. നമ്മൾ വീക്കിലി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ സപ്പോർട്ട് പോയിൻ്റാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരേണ്ടത്. അതായത് ഒരു 37 റേഞ്ചാണ് വീക്കിലി, നല്ലൊരു സപ്പോർട്ട് പോയിൻ്റാണത്. വീക്കിൽ വെച്ച് നോക്കും 37. കാരണം എത്രയോ നാൾ ഇവിടെ ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്ത് നിന്നിരുന്നത്. ഇനി നമുക്ക് വേറെ ഒരു ഭംഗിയുള്ള മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് മന്ത്ലി വ്യൂ. മന്ത്ലി വ്യൂവിൽ ഒരു കയറി നിൽക്കിട്ട് ഒരു റെസിസ്റ്റൻസും മന്ത്ലിയിൽ ഒരു സമീപകാലത്ത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ കയറാനായിട്ട് നിൽക്കുന്നു. പ്ലസ് ഇവിടെ നമ്മൾ നോക്കിയാൽ സമീപകാലത്തുണ്ടായതിനേക്കാളും വലിയൊരു വോളിയവും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വോളിയം അത്ര ഇല്ല, ഇവിടെ വോളിയം ഇല്ല, ഇവിടെ നല്ല രീതിയിൽ വോളിയം ഉണ്ട്. അപ്പോൾ കയറ്റത്തിൽ നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കയറ്റത്തിൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് കയറ്റം നല്ല കയറ്റമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതിൻ്റെ ചാർട്ട് ഒന്ന് ചെറുതാക്കി നോക്കാം. അപ്പോൾ ഇത് മന്ത്ലി വ്യൂവിലെ ചാർട്ട് ഒന്ന് നമ്മൾ ചെറുതാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏരിയ, നമുക്കിവിടെ ഒരു ഏരിയ മാർക്ക് ചെയ്യാനുണ്ട്. ഈ ഒരു ഈ ഏരിയയ്ക്ക് നമുക്കൊരു പ്രത്യേകത ഇല്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റില്ല. അതായത് ഇവിടെ ഒരു ഹൈ പോയി, ഇവിടെ വരെ ഹൈ പോയി, അതിനുശേഷം മാർക്കറ്റ് താഴ്ന്നു. അതിനുശേഷം ഇവിടെ കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ, ചെറുതായിട്ടൊരു ഒരു 4 മാസത്തോളം ഒരു ക്യാൻഡിൽ റെപ്രസെൻ്റ് ആയിട്ട് മന്ത്ലി ആയതുകൊണ്ട് ഇവിടെ 5-6 ക്യാൻഡിൽ, അപ്പോൾ ഒരു 5-6 മാസം ഇവിടെ കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം വീണ്ടും കയറിപ്പോയി. പിന്നെ ആ ഏരിയയിൽ തന്നെ വീണ്ടും വന്നു, കുറച്ച് കയറി, പിന്നെ ആ ഏരിയ വീണ്ടും ടച്ച് ചെയ്തു, പിന്നെ ആ ഏരിയയിൽ വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും വന്നു, പിന്നെ ഏരിയയിൽ ഇവിടെയും ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തു. ഇവിടെ ഒരു 4 മാസം മുമ്പ് ഇവിടെയും ഈ ഏരിയയിൽ ടച്ച് ചെയ്തു, ഈ ഏരിയയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ത്രിശങ്കു സ്വർഗം ഏരിയ ആണത്. മന്ത്ലി വെച്ച് നോക്കുമ്പോൾ, നമ്മൾ വീക്കിലി നോക്കുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊരു 10% ഒക്കെ കിട്ടാൻ വകുപ്പുണ്ട്. പക്ഷേ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് മൂവ് യു കെ ബാങ്കിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി ക്യാൻഡിൽ ഒരു 60-ന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോഴോട്ട് നമുക്കൊരു റിസ്ക് ഇല്ലാത്ത നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ കിട്ടും. അപ്പോൾ ഇതൊരു റിസ്കി ഏരിയ ആണിത്.
പക്ഷെ റിസ്കി ഏരിയ ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് എടുത്ത് നമ്മൾ വീക്കിൽ നോക്കിയില്ലേ, അപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത് കയറിയത് കൊണ്ട് ഇവിടെ നിന്ന് ഒരു നോൺ സ്റ്റോപ്പ് റാലി ഇവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു റിസ്കി ഏരിയ ആയിരിക്കും വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് അത് വരും. പക്ഷേ ഇത് നോൺ സ്റ്റോപ്പ് റാലി അല്ലാണ്ട് കയറി പിന്നെ ഒരു സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ വന്നു, പിന്നെ കുറച്ചൊന്ന് കയറി പിന്നെ വീണ്ടും അങ്ങനെ വന്നു. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നോൺ സ്റ്റോപ്പ് റാലിയേക്കാളും റിസ്ക് കുറവായി എനിക്ക് ഇങ്ങനെയുള്ള കയറ്റത്തിൽ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ വീക്കിൽ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് കയറി വന്നുകൊണ്ട് അത്രയ്ക്കും റിസ്ക് ഇല്ല. പക്ഷേ വീക്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഏരിയ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ബൈ എൻട്രി ഇത് ഹോൾഡിംഗ് ഉള്ളവരോ അല്ലെങ്കിൽ പുതിയ ബൈ എൻട്രി എടുക്കുന്നവർ അതൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കണം. പക്ഷേ 60 കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയ 60 കഴിഞ്ഞിട്ട് ഒരു വലിയ ക്യാൻഡിൽ 60-ന് മുകളിൽ ക്ലോസിങ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് നല്ല രീതിയിൽ നല്ലൊരു മൊമെൻ്റ് പെട്ടെന്നുള്ള കയറ്റം ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് UK ബാങ്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നമ്മുടെ അടുത്ത ഷെയറാണ് BL കശ്യപ് ആൻഡ് സൺസ്. 74 രൂപ 85 പൈസ റേറ്റ് നടക്കുന്നു. 11% അപ്പായിട്ടുള്ളത്. BL കശ്യപ് ആൻഡ് സൺസിൻ്റെ നമ്മൾക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ 1688 കോടിയുടെ, സ്റ്റോക്ക് പി 32.3, ROC 13.8, ROE 9.8. ഏവറേജ് ആണിത്. അത്രയ്ക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാൻ ഏവറേജ് ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ. BL കശ്യപിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് വ്യൂ നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ള ചാർട്ട്. അതായത് നമുക്കിവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഒരു 64 റേഞ്ചിലൊരു സപ്പോർട്ട് എടുത്തു. അതുകൂടാതെ ഇവിടെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് വന്ന് നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നല്ല വോളിയം ഉണ്ട്. സമീപകാലത്ത് ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല, വോളിയം ഉണ്ട്. അപ്പോൾ ഇത് ഒരു 74 റേഞ്ച് എടുത്ത്, അപ്പോൾ ഇതൊരു 64 റേഞ്ച്. അപ്പോൾ വെറും 10 രൂപ റേഞ്ചിൽ ഏകദേശം ഒരു വർഷത്തോളം ട്രേഡ് ചെയ്ത് നിന്നിരുന്നത്. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ആ തുഞ്ചത്ത് വന്ന് നിൽക്കുന്നത്. ഇത് വോളിയം ഉള്ളതുകൊണ്ട് വരും ദിവസങ്ങളിൽ നല്ലൊരു അപ്സൈഡ് ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധിക്കാനായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് കറക്റ്റ് സ്റ്റോപ്പ് ലോസ്, ഏകദേശം ഒരു 64. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇൻട്രാഡേ വെച്ചാൽ താഴെ ക്ലോസിങ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് ആയിരിക്കും ഇത് സാധ്യത. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതില്ല, നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂവും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീക്കിലി വ്യൂ. വീക്കിലി വ്യൂവിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഉള്ളത്. അതൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്. അത് ആ ബോക്സിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ BL കശ്യപിൻ്റെ മന്ത്ലി ചാർട്ടിലേക്ക് പോയാൽ നമുക്കറിയാൻ സാധിക്കും. മന്ത്ലി ചാർട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സോൺ ഒരു 67 റേഞ്ചിലൊരു സോൺ, ഇവിടെ 67 റേഞ്ചിലൊരു സോൺ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഈ കയറ്റത്തിൽ അത് താഴ്ന്നിട്ട് ഇവിടേക്ക് താഴ്ന്ന് റൗണ്ടിങ് ബോട്ടം വന്നിട്ട് ഈ ഹൈ വരെ എത്താണ്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ രൂപപ്പെട്ടു. ഒരു 60-62 റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ ഇവിടെ രൂപപ്പെട്ടിട്ട് അവിടെ നിന്നാണ് ആ കൺസോളിഡേഷൻ, അതായത് ഒരു 4-5 മാസം കൺസോളിഡേഷൻ ചെയ്തിട്ട് മന്ത്ലി ക്യാൻഡിലാണ്, അവിടെ നിന്നാണ് അത് കയറിപ്പോകുന്നത്. അപ്പോൾ ആ കയറ്റത്തിൽ ഒരു വാല്യുബിൾ, കാരണം സപ്പോർട്ട് ഇവിടെ ഒരു 3-4 മാസം സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് കയറിപ്പോകുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്കാണ്ട് റിസ്ക് ഫാക്ടർ ഇതിൽ ഇല്ല. അപ്പോൾ ഈ റേഞ്ചാണ് നമ്മളൊരു മന്ത്ലി നോക്കുമ്പോൾ, ഈ റേഞ്ചാണ് നമുക്കൊരു 62-60 മന്ത്ലി വരുമ്പോൾ നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയുമാണ് BL കശ്യപിൻ്റെ ചാർട്ട് വ്യൂ.
നമ്മുടെ അടുത്ത ഷെയറാണ് ഓറിക്കോൺ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. 47 രൂപയുടെ ക്ലോസ് റേറ്റ്. ഫെബ്രുവരി 1 അത് 19% ഉയർന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഉയർന്നു, 19% ഒരു ദിവസം ഉയർന്നു. അപ്പോൾ ഇതിൽ നമുക്കൊരു എൻട്രി ഇപ്പോഴില്ല, പക്ഷേ അത് വാച്ച് ചെയ്യണം. കാരണം ഇത്രയും പെർസെൻറ്റേജ് ഉയർന്നത് കൊണ്ട് നമുക്ക് ഒരു എൻട്രി പ്രായോഗികമല്ല ഈ സമയത്ത്. അപ്പോൾ അത് ഇനി ഉയർന്നുണ്ടെങ്കിൽ ഉയർന്നവിടെ പോകട്ടെ, നമുക്ക് നമ്മളുടേതായ ഫേവറബിൾ റേറ്റിൽ വന്നാൽ മാത്രമേ ഒരു ഷെയർ മേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് വിട്ട് കളയാൻ പാടില്ല, നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇത് ഉണ്ടായിരിക്കണത്. ഓറിക്കോൺ എൻ്റർപ്രൈസ് ഫണ്ടമെൻ്റൽ വ്യൂ മാർക്കറ്റ് ക്യാപ്പ് 740 കോടിയുടെ ഉള്ളത്. സ്റ്റോക്ക് പി 94.8, നല്ല ഹൈ ഒരു സ്റ്റോക്ക് പിയോടെ ഉള്ളത്. ROC 1.95 ROE 1.17 ആണുള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് അല്ല, അത്ര ഇതല്ല. അപ്പോൾ സ്റ്റോക്ക് പിയും കൂടി നിൽക്കും, അപ്പോൾ വാല്യുവേഷൻ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സമയത്ത് നമുക്കൊരു എൻട്രി പ്രായോഗികമല്ല, നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കടമില്ലാത്തൊരു കമ്പനിയാണ് കേട്ടോ. കമ്പനി ഹാസ് റെഡ്യൂസ്ഡ് ആസ് ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, അതായത് കടം ഇല്ല ഈ കമ്പനിക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂ. ഓറിക്കോൺ എൻ്റർപ്രൈസസിൻ്റെ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഏകദേശം 42 റേഞ്ചിൽ. ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 34 റേഞ്ചിൽ. ആ റെസിസ്റ്റൻസ് സോൺ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തു, ഇത് വോളിയുണ്ട്. അതുകൂടാതെ ആ റെസിസ്റ്റൻസ് സോൺ ഇവിടെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, റീടെസ്റ്റ് സപ്പോർട്ട് കറക്റ്റ് ഉണ്ട്. ആ ചാർട്ടിൻ്റെ ഭംഗി ഉണ്ട്. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ഭാവിച്ചു. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് 42 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ വിത്ത് വളരെ വോളിയത്തോടുകൂടി, അതായത് ഇന്ന് എത്രയായിട്ട് നമുക്കൊരു 19% കയറി ഇവിടെ നിൽക്കുന്നത്. വിത്ത് വോളിയം ഉണ്ട്. ഓരോ കയറ്റത്തിലും ഇതിൽ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോയി വോളിയത്തോട്. അവിടെയും ഒരു സപ്പോർട്ട് പോയിന്റ് പിടിച്ചിട്ട്, അപ്പോൾ ഓരോ ഏരിയയിലും ഇത് സപ്പോർട്ട് പിടിച്ചിട്ട് കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് കയറി കൺസോളിഡേഷൻ, ഇവിടെ വീണ്ടും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയം വീണ്ടും ഒരു കൺസോളിഡേഷൻ റീടെസ്റ്റ് വന്നു, വീണ്ടും കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഈ ചാർട്ട് ഈ മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കൂടാകില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നാളെ നിന്ന് കയറി വീണ്ടും ഒരു കൺസോളിഡേഷൻ വന്നിട്ട് വീണ്ടും കയറാം എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക കൊടുക്കണത്. അപ്പോൾ ഇന്ന് 19% കയറി. അപ്പോൾ ഓടിച്ചെന്ന് ഇതിൽ നമ്മൊരു എൻട്രി എടുക്കരുതെന്നാണ് എൻ്റെ ഒരു വിനയമായ ഒരു അഭ്യർത്ഥന. അപ്പോൾ നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വീക്കിലി ഇവിടെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസും ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രീവിയസ് റെസിസ്റ്റൻസുമാണ്, ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്തത്. അതായത് മുന്നേ നമ്മൾ വീക്കിലി എടുക്കുമ്പോൾ ഒരു 5-6 വീക്ക് വരെ ഈ റെസിസ്റ്റൻസ് വൺ വരെ ഇതൊരു ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിൽ കണ്ട, ഈ വലിയൊരു ക്യാൻഡിൽ ഈ റെസിസ്റ്റൻസ് വണ്ണിനെ അവിടെ ടച്ച് ചെയ്തു ഈ ക്യാൻഡിൽ, പക്ഷെ കയറാനായിട്ട് സാധിച്ചു. അത് ശേഷം റീടെസ്റ്റിന് വന്നു വേണ്ട, ഒരു 4-5 വീക്ക് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് വീണ്ടും ഒരു വലിയ ക്യാൻഡിൽ, അത് ആ റെസിസ്റ്റൻസ് പൊട്ടിച്ചുകൊണ്ടാണ് ഇത് കയറിയിട്ടുള്ളത് വേണ്ട, വിത്ത് വോളിയത്തോടുകൂടി. അപ്പോൾ അതാണ് ഇതൊരു വീക്കിലി വ്യൂ. അതുകൂടാണ്ട് വീക്കിലി വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വേണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ ഒപ്പം പോകുന്നത്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ നമ്മളിത് വെയിറ്റ് 19% കയറിയതുകൊണ്ട് ഓടിച്ചൊന്നും കയറേണ്ട കാര്യമില്ല, വെയിറ്റ് ആൻഡ് സി. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗിയുള്ള മറ്റൊരു വ്യൂ എന്ന് വെച്ചാൽ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ മന്ത്ലി കൂടി നമ്മൊന്ന് നോക്കണം. അപ്പോൾ മന്ത്ലി നമുക്ക് ഈ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതാണ് മന്ത്ലി ചാർട്ട് വ്യൂ. അപ്പോൾ മന്ത്ലി ചാർട്ട് വ്യൂവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷാക്കി പറഞ്ഞ പോലെ ഒരു ത്രിശങ്കു സ്വർഗ ഏരിയയാണ് കേട്ടോ. ആ ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്യണ്ട, ഈ ഏരിയ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുക. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മൾട്ടി ലെവൽ സപ്പോർട്ടായിരുന്നു. ഇവിടെ മൾട്ടി സപ്പോർട്ട് കണ്ട, ഒരു പ്രാവശ്യം 2, 3, 4 മന്ത്ലിയാണിത് കണ്ട, 4 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരൊറ്റ ഫാളിട്, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോന്നിട്ട് വീണ്ടും ആ
ഇവിടെ ഈ സപ്പോർട്ട് ഇവിടേക്ക് വന്നപ്പോൾ അത് റെസിസ്റ്റൻസ് ആയി. അപ്പോൾ ഒരു 3 ക്യാൻഡിലാണ്. അപ്പോൾ ഒരു 3 മാസത്തോളം അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. 3 മാസത്തോളം ഇവിടെ കൺസോളിഡേഷൻ ചെയ്തു. ഒരു ക്യാൻഡിൽ, ഇത് മന്ത്ലി ക്യാൻഡിലാണ് പറയുന്നത്. അപ്പോൾ 3 മാസത്തോളം ഇവിടെ കൺസോളിഡേഷൻ ചെയ്തു ഇത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫാളായി. പക്ഷെ ആ ഫാള് നമ്മൾ നോക്കേണ്ട കാര്യം പ്രീവിയസ് ഫാളിൻ്റെ അവിടേക്ക് വന്നിട്ടില്ലത് ഉണ്ടാ. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇതിപ്പോൾ മാസം ഒന്നിടെ ഇത് മന്ത്ലി ക്യാൻഡിലാണിത്. ചിലപ്പോൾ ഇത് ഈ മാസം ഒരു കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് നോ പ്രോബ്ലം, കുറച്ചും കൂടി കയറി നിന്നാൽ. അതല്ല, ഇവിടെ തന്നെ നിന്നിട്ട് ഒരു 2 മാസം ഒരു കൺസോളിഡേഷൻ ചെയ്തിട്ട് വീണ്ടും കയറുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കയറ്റം ഇതിൽ പ്രതീക്ഷിക്കാം. അതായത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ്, നല്ലൊരു ടാർഗറ്റ് നമുക്ക് വെക്കാനായിട്ട് ഒരു ഏകദേശം ഇവിടെ നിന്നുള്ള കയറ്റത്തിൽ ചിലപ്പോൾ 80-90 വരെ പോയിക്കൂടാന്നില്ലത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഏരിയയാണ് മന്തിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കയറിയതുകൊണ്ട് നമുക്ക് വീക്കിലി വ്യൂവിൽ ഒരു കൺസോളിഡേഷൻ കൂടി വെയിറ്റ് ചെയ്യാൻ നോക്കാം. വീക്കിലി വ്യൂ ഒരു കൺസോളിഡേഷൻ കിട്ടുമെന്ന് നോക്കിയിട്ട് ആ കൺസോളിഡേഷന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഇതിൽ അഭികാമ്യമാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് വീക്കിലി ചാർട്ടാണ് പറയുന്നത്, കയറിയിട്ട് വീണ്ടും ഒന്ന് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും കയറുമ്പോൾ ആ റീടെസ്റ്റ് വ്യൂ നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാമെന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് എടുക്കാൻ പറ്റില്ല. കാരണം 19% കയറുമ്പോൾ ആ പെർസെൻറ്റേജ് അത്രയും വലിയൊരു സപ്പോർട്ട് നമ്മൾ എടുക്കുമ്പോൾ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇടേണ്ടത്. 20% അത് നമുക്ക് ഒരു അഭികാമ്യമല്ല നമ്മളെപ്പോലെ ഒരു റിട്ടേൽ ട്രേഡർ. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇത്. അപ്പോൾ പക്ഷേ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇത് ഉണ്ടായിരിക്കണം. അടുത്ത നമ്മുടെ ഷെയറാണ് ഒറീസ ബംഗാൾ കാരിയർ ലിമിറ്റഡ്, അതായത് OBCL എന്ന് പറയും. 74 രൂപ 80 പൈസയുടെ ക്ലോസ് റേറ്റ്, 19% കയറിയിട്ടുള്ളത്. അത് ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 158 കോടിയുള്ളൂ. സ്റ്റോക്ക് ബി വളരെ ഉയർന്നു നിൽക്കുന്നു. സ്റ്റോക്ക് ബി 120 കാണിക്കുന്നു. ROC 6.9 ROE 3.55% ഉള്ളത്. ബുക്ക് വാല്യൂ 42.8 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒറീസ ബംഗാൾ കാരിയർ OBCLൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടുള്ളത് ഈ റേഞ്ചിൽ. അതുകൊണ്ടാണ് ഇവിടെ കണ്ട ഒരു ബോക്സ് ടൈപ്പാണ്, ഒരു കൺസോളിഡേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു പുതുപോളിയത്തോട്. അപ്പോൾ ഒരു ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റും കിട്ടും. പക്ഷേ ഇൻട്രാഡേയിൽ സപ്പോർട്ട് വരുന്നത് ഏകദേശം ഇവിടെ 60 നല്ലൊരു സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ റേഞ്ചാണ് ഇൻട്രാഡേയിലത്തെ ഒരു സപ്പോർട്ട് പോയിന്റ്. പക്ഷേ OBCLും ഒരു ദിവസം 19% കയറി. അപ്പോൾ ഒരു നാളെയോ മറ്റന്നാളോ പോയിട്ട് നല്ലൊരു എൻട്രിക്ക് ഇത് ഒരു അഭികാമ്യമല്ല ഇത്രയും കയറിയതുകൊണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സി, വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഇതാണ് എൻ്റെ വീക്കിലി വ്യൂ. വീക്കിലി വ്യൂ എടുത്ത് നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയും. ഇതും നമ്മളൊരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിൽ എടുക്കുമെന്ന് വന്ന് നിൽക്കുന്നത്. സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ എന്നാൽ ഇവിടെ ഒരു താഴ്ന്നിട്ട് ഈ ഏരിയയിൽ വന്നു നിന്നു. അതായത് ഏകദേശം 74. വീണ്ടും കയറി, വീണ്ടും ഈ ഏരിയയിൽ തന്നെ വന്നു നിന്നു, വീണ്ടും കുറച്ച് കയറി, പിന്നെ ഈ ഏരിയയിൽ കണ്ട ഒരു 4-5 ക്യാൻഡിൽ ഈ ഏരിയയിൽ നേരെ ഫാളോ ചെയ്തു, വീണ്ടും ഈ ഏരിയയിൽ തന്നെ വന്നു. അപ്പോൾ ഈ ഏരിയ എന്താ പ്രത്യേകതയുണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്. അപ്പോൾ അതുകൂടാതെ ഈ ഏരിയയിൽ തന്നെ ഇപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുന്നു. 19% കയറി. അപ്പോൾ 19% കയറുമ്പോൾ അടുത്ത ക്യാൻഡിലുകൾ ചില വീക്കിലി ക്യാൻഡിൽ ഇവിടെയൊക്കെ വന്ന് നിൽക്കാം. മനസ്സിലായി, ഇവിടെയൊക്കെ വന്ന് നിൽക്കാം, കയറാൻ പറ്റാണ്ട്. ഈ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ഒരു റീടെസ്റ്റോ ഒരു കൺസോളിഡേഷനോ നടന്നിട്ട് വീണ്ടും ഈ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കിട്ടും. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നതാണ് ഇതിൽ ഇപ്പോൾ അഭികാമ്യമുള്ള കാര്യം. പക്ഷേ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു കൺസോളിഡേഷൻ നടന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പോൾ ചാടിപ്പിടിക്കുക. അല്ലെങ്കിൽ ഒന്ന് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസ് വിത്ത് വലിയൊരു ക്യാൻഡിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു എൻട്രി അഭികാമ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അഭികാമ്യമല്ല എൻട്രി, കാരണം 19% കയറി നിൽക്കുന്നു, സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് നിൽക്കുന്നു ഇത്. ഓക്കെ, നമ്മുടെ അടുത്ത ഷെയറാണ് റുബ്ഫില ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. 92 രൂപ 10 പൈസയുടെ
അത് ഇന്ന് ഡൗൺ ആയിരുന്നു. അത് 2% ഡൗൺ ആയിരുന്നു അത് ഫെബ്രുവരി 1 റുഫില ഇൻ്റർനാഷണലിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 498 കോടിയും സ്റ്റോക്ക് പി 25.2, ROC 13.4ഉം ROE 9.8 അതിനോട് കാണുന്നത്. ഇതൊരു കടമില്ലാത്തൊരു കമ്പനിയാണിത്. കമ്പനി ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, കടം ഇല്ലാത്ത കമ്പനിയാണ്. അപ്പോൾ ഇതാണ് റുഫില ഇൻ്റർനാഷണലിൻ്റെ ഒരു ചാർട്ട്. അതായത് ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ചെറിയ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 6-7 ദിവസം റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ആ സോണിൻ്റെ അവിടെ തന്നെ വന്ന് നിന്നിട്ട് സ്റ്റക്കായി നിൽക്കുന്നു. ഈ സോണിൻ്റെ അവിടെ വന്ന് സ്റ്റക്കായി, അത് 96-97 മുകളിലേക്ക് കയറാൻ പറ്റാണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇത് കയറി പോയിട്ട് ആ റെസിസ്റ്റൻസ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അതായത് 76-77 റേഞ്ചിൽ, 76-77 റേഞ്ചിൽ ഇതൊരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ കുറച്ചൊരു കൺസോളിഡേഷൻ, ഒരു 86 റേഞ്ച് വരെ ഒരു കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം വിത്ത് വോളിയത്തോട് കയറി ഒരു 4 ദിവസം ഇവിടെ നിന്നു സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അല്ല, പ്രീവിയസ് റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ. ഇത്രയുമാണ് ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു വീക്കിലി വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ചാർട്ട് ഒന്ന് ചെറുതാക്കി ആകും. വീക്കിലി വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ വരച്ച പോലെ ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസും ഇതിലുണ്ട്. ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകത കാണുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും സോൺ ഓഫ്, അതായത് നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങിയാലോ, ഇവിടെ ഒരു കൺസോളിഡേഷൻ നിന്ന് കയറിപ്പോയി, പിന്നെ ഇവിടെ വന്നു ടച്ച് ചെയ്തു, വീണ്ടും കയറിപ്പോയി, പിന്നെ ഇവിടെ വന്നു, കുറച്ച് ആൾ ട്രേഡ് ചെയ്ത് നേരെ താഴ്ന്നു. ഈ വലിയ ക്യാൻഡിൽ ഇവിടം വരെ വന്നു, ഇതിന് മുകളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്ന് നിന്നു, പിന്നെ വീണ്ടും നേരെ ഫാൾ ചെയ്തു, പിന്നെ ഇവിടെയും വരെ വന്നു, അതായത് 92 റേഞ്ചിൽ വരെ വന്നു, പിന്നെ ഒന്ന് താഴ്ന്നു, പിന്നെയും ഈ റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ കിട്ടിയിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ഇടങ്കിൽ ഇത് നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആ ഇൻട്രാഡേ ചാർട്ടിൽ നോക്കിയാൽ പ്രീവിയസ് റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസ്, അതായത് ഏകദേശം ക്ലോസ് റേറ്റ് ഏകദേശം ഒരു 100-നൊക്കെ നല്ലൊരു വലിയ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൺസോളിഡേഷന് ശേഷം വീക്കിൽ 2-3 ക്യാൻഡിൽ വന്നിട്ട് 100-ന് മുകളിൽ ഒരു കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം 100-ന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു റിസ്ക് ഇല്ലാത്ത ഒരു ബൈ എൻട്രി ഇവിടെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ വീക്കിൽ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ്, സോൺ ഓഫ് റെസിസ്റ്റൻസിൻ്റെ അവിടെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും വെയിറ്റ് ആൻഡ് വാച്ച്, അതല്ലേ പറ്റുള്ളൂ ഇതിൽ, വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മുടെ അടുത്ത ഷെയറാണ് മദേഴ്സ് ആൻഡ് സുമി വയർ ലിമിറ്റഡ്. 69.95 റേറ്റ്. 7% ഫെബ്രുവരി 1 കയറിയിട്ടുള്ളത്. ഏകദേശം 6 കോടി ഷെയർസ് ട്രേഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി 1. മദേഴ്സ് ആൻഡ് സുമിയുടെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 30,916 കോടിയുടെ, സ്റ്റോക്ക് പി 52.8, കുറച്ച് ഉയർന്ന് നിൽക്കുന്നു. സ്റ്റോക്ക് പി വാല്യുവേഷൻ കുറച്ച് ഉയർന്ന് നിൽക്കുന്നു. ROC 43.8ഉം ROE 39.8. വെരി ഗുഡ് ROEയും വെരി ഗുഡ് ROCയുടെ ഉള്ളത്. നമ്മൾ ക്വാർട്ടറിൻ്റെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സെയിൽസ് ഈ ക്വാർട്ടറിൽ ഒരു 10 ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഈ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ളത്. സെയിൽ വന്നു കഴിഞ്ഞാൽ 2,117 കോടിയുടെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ, നെറ്റ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാലും ഇത്രയും 168 കോടി പ്രോഫിറ്റ് ഇത്ര ഉണ്ടായിട്ടുണ്ട്. പ്രീവിയസ് ക്വാർട്ടർ ടു ക്വാർട്ടർ ആകുമ്പോൾ ഒരു നല്ല രീതിയിലൊരു ജമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ട് മുമ്പിലത്തെ ക്വാർട്ടറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴും പ്രോഫിറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഇതിലുണ്ടായിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് 61% ഷെയർസ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതും നമുക്കൊരു നല്ല വ്യൂ ആണുള്ളത്.
അപ്പോൾ ഫണ്ടമെൻ്റൽ ഇത്രയാണ്. നല്ലൊരു ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ നല്ലതാണ്. ROയും കൂടി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ പി കുറച്ച് കയറി നിൽക്കും. അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് കാണുന്നു, പി കയറി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ നല്ല പ്രോഫിറ്റിൽ നല്ലൊരു ജമ്പിങ്ങും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൂടാതെ നല്ലൊരു സപ്പോർട്ട് ഇവിടെ 58 റേഞ്ചിൽ ഇവിടെ നല്ല കണ്ട കുറേ നാൾ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. 58 റേഞ്ചിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അതുകൂടാതെ ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ 66 റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നല്ല വോളിയത്തോട്, ഇത്രയും വോളിയം ഇപ്പോൾ വന്നിട്ടില്ല, നല്ല വോളിയത്തോട്. അപ്പോൾ ഒരു പോസിറ്റീവ് സൈനാണ് ഇവിടെ നിൽക്കുന്നത്. ഇൻട്രാഡേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു 60 ആണ് ഒരു സപ്പോർട്ട് പോയിന്റ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇൻട്രാഡേ വ്യൂ. നമ്മൾ വീക്കിലി എടുത്ത് നോക്കിയാലും അതാ നല്ല വീക്കിലി നല്ലൊരു റെസിസ്റ്റൻസുമാണ്, ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നല്ല വലിയൊരു ക്യാൻഡിലോട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നല്ലൊരു വേറെ ഒരു സപ്പോർട്ട് പോയിന്റ് നമുക്കിപ്പോൾ ഇതിൽ കാണാനില്ല. 60 ആണ് ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ട പോയിന്റ്. 60 തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടേണ്ട പോയിന്റ്. പക്ഷെ ഇത്രയും വലിയ ക്യാൻഡിലായതുകൊണ്ട് നമുക്കൊരു ചിലപ്പോൾ ഒരു കുറച്ചും കൂടി കയറിയിട്ട് ഒരു കൺസോളിഡേഷൻ വന്നുകൂടായില്ല, അല്ലെങ്കിൽ ഒരു പുൾ ബാക്കും വന്നുകൂടാന്നില്ല. പുൾ ബാക്ക് മീൻസ് മിക്കവാറും ഇവിടെ വരെ ഒരു പുൾ ബാക്ക് വരും. ഇതിൻ്റെ പകുതിയോടുകൂടി ഒരു പുൾ ബാക്ക് വരാനും സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ബൈ എൻട്രി ഇപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 60 ഇടണം. കൃത്യമായിട്ട് 60 സ്റ്റോപ്പ് ലോസ് ഇടണം. 60 താഴെ ഇത് പോകണമെങ്കിൽ വിറ്റ് മാറുന്ന രീതിയിലായിരിക്കണം നമുക്കൊരു ഇപ്പോൾ ബൈ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഒരു 100 രൂപ കുറവ് റേറ്റുള്ള കണ്ടെത്തിയ ഷെയർസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.